അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊപ്പം ഉള്ളത് നമ്മളെ താഴേക്കോട് മഹലിൻ്റെ അഡീഷണൽ സെക്രട്ടറി പ്രിയപ്പെട്ട മാളികത്തൊടി മമ്മൂട്ടി ഹാജിയാണ്. വർഷങ്ങളായി നമ്മുടെ മഹലിൻ്റെ നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പിരിവിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ച് വർഷങ്ങളായി ഞങ്ങൾക്കിടയിലൂടെ മഹലിൻ്റെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടി ഹാജി 3-ാം തീയതി പുനർനിർമ്മാണം കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലുള്ള കുറച്ച് കാര്യങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട പഴയ ചരിത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാരുടെ കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു രൂപം അദ്ദേഹം ഇവിടെ നമ്മോട് പറയും. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളി ഉണ്ടായത് ഏകദേശം 220 വർഷമായിട്ടുണ്ടാകും. അതായത് മമ്പുറം തങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയും ഇന്നത്തെ പ്രമാണിയായിരുന്ന നാലകത്ത് കൊളങ്കരയിൽ താമസിച്ചിരുന്ന കുഞ്ഞുണ്ണി എന്നവരുടെ വീട്ടിൽ വരികയും താഴേക്കോടൊരു പള്ളി വേണമെന്ന് തങ്ങൾ പറയുകയും അപ്പോൾ അദ്ദേഹം അതിനും മറ്റും വേണ്ടുന്ന സ്ഥലം നൽകുകയും മൂപ്പര് തന്നെ സ്വന്തം ചെലവിൽ പള്ളി എടുക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മമ്പുറം തങ്ങൾ പള്ളിക്ക് കുറ്റിയടിക്കുകയും പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത് 1797 അന്ന് തങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പള്ളി. ആ ഉദ്ഘാടന വേളയിൽ നമുക്ക് മൗലൂദ് ഓതാൻ വേണ്ടി മൗലൂദ് കിതാബ് വെക്കാൻ ഒരു തലയിണയും ജന്തുക്കളുടെയും പിശാചുക്കളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കുന്തവും അന്ന് തങ്ങൾ പള്ളിയിലേക്ക് നൽകുകയുണ്ടായി. അന്ന് ഈ റോഡൊന്നും വന്നില്ല. അന്ന് നമ്മൾ ടിപ്പു സുൽത്താൻ റോഡാണ് അന്ന് നിലവിലുള്ളത്. അപ്പോൾ തങ്ങളോട് ആ വിവരം പറഞ്ഞപ്പോൾ ഇവിടെ തങ്ങളെ റോഡൊന്നുമില്ല, ഇവിടേക്ക് ഒറ്റക്കൊരാളെ ഇങ്ങോട്ട് വരാത്തൊരു കാലമായിരുന്നു, കാടും പൊന്തിയൊക്കെ കടന്ന്. അപ്പോൾ തങ്ങൾ പറഞ്ഞത്രേ അത് നിങ്ങൾ ചിന്തിക്കേണ്ട, റോഡിൽ വന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ താമസിയാതെ തന്നെ റോഡ് വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പള്ളിയിൽ എല്ലാവിധ മൗലൂദുകളും, ബദർ മൗലൂദ്, റബീഉൽ അവ്വൽ മൗലൂദ് പോലത്തെ എല്ലാ മൗലൂദുകളും 11-ാം രാവ്, 12-ാം രാവ് പോലത്തെ മൗലൂദുകൾ അന്ന് തന്നെ തുടങ്ങിയതാണ്. പിന്നെ മമ്പുറം തങ്ങൾ വഫാത്തായതിന് ശേഷം മമ്പുറം മൗലൂദും നമ്മൾ നടത്തി പോരുന്നുണ്ട്. അത് ഇന്നും ആ മൗലൂദുകളൊക്കെ അന്ന് തുടങ്ങിയതെല്ലാ മൗലൂദുകളും ഇന്നും നിലനിർത്തി പോരുന്നുണ്ട്. അതിൻ്റെ പുറമെ റബീഉൽ അവ്വൽ 11-ന് പിന്നെ റസൂലുള്ളാഹിൻ്റെ പേരിലെ നേർച്ചയും, റമദാൻ 17-ന് ബദർ നേർച്ചയും, റമദാൻ 27-ാം രാവിന് ജീരകക്കഞ്ഞി വെച്ച് വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മഹലിലുണ്ടായിരുന്നു. ആ സമ്പ്രദായം ഇന്നും നമ്മൾ തുടർന്ന് പോരുന്നുണ്ട്. ഈ കൊല്ലം പോലും നമ്മളത് നടത്തി. പിന്നീടുള്ളത് ഇവിടെ നമ്മളെ നാട്ടുകാരായ വായത്തൊടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KV ഉണ്ണി മുസ്ലിയാർ പോലത്തെ ആളുകൾ ഇവിടെ ഖത്തീബായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ കരിങ്കല്ലത്താണിയിലുള്ള മമ്മുണ്ണി മുസ്ലിയാരാണ് നിക്കാഹ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ശേഷം തോട്ടുങ്ങൽ മൊയ്തീൻ മുസ്ലിയാർ ഖാദിയും ഖത്തീബുമായി സേവനം കുറേ കാലം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ പല ആളുകളും ഖത്തീബായി പ്രവർത്തിച്ച് അവസാനം പെരിന്തൽമണ്ണയിലുള്ള ഹമീദ് മുസ്ലിയാർ ഖത്തീബായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോഴുള്ള നമ്മുടെ ഖത്തീബ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ 1990 ഇവിടെ ജോലിയേറ്റ് ഏതാണ്ട് ഇപ്പോൾ ഒരു 34 വർഷം ആയിട്ടുണ്ടെന്നാണ് ഓർമ്മ. പിന്നെ ഇവിടെ ദർസ് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ കുഞ്ഞലവി മുസ്ലിയാരാണ് ദർസ് നടത്തുന്നത്. ഒരു 100-110 കുട്ടികൾ ആ ദർസിലുണ്ടായിരുന്നു. അത് കുഞ്ഞലവി മുസ്ലിയാർക്ക് തന്നെ ഓതണം എന്നുള്ള നിർബന്ധത്തിൽ
പല കുട്ടികളും കഴിവുള്ള കുട്ടികളൊക്കെ ആ കാലത്ത് തിരൂർ പിന്നെ മമ്പുറം തിരൂർ മറ്റേ പരപ്പനങ്ങാടി ആ ഭാഗങ്ങളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൂല്യർ പറയും ഇവിടെ ചിലവ് കൂടി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി കുട്ടികളെ എടുക്കാൻ നിർവാഹമില്ല എന്ന് മൂല്യർ വരുന്ന കുട്ടികളോട് പറയുമ്പോൾ ചിലവ് ഞങ്ങളെ വഹിച്ചോളാം എന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം ചിലവിൽ കുറേ കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു. സ്വന്തം പൈസ കൊടുത്ത് സ്വന്തം ചിലവിൽ പഠിച്ചിരുന്നു കഴിവുള്ള കുട്ടികളൊക്കെ. എന്നാലും മൂല്യരിൽ തോന്നണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി. അതിന് ശേഷം കുറേ പിന്നെ മുദരിസന്മാർ ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. നമ്മളെ പിന്നെ സൂഫി മൂല്യർ, നാട്ടിമംഗലം മുഹമ്മദ് അലി മുസ്ലിയാർ, പിന്നെ കൊളത്തൂർ മുഹമ്മദ് ഫൈസി, കുഞ്ഞു മുഹമ്മദ് ഫൈസി, പിന്നെ OT മൂസ മുസ്ലിയാർ, പാവണ്ണ അലി മുസ്ലിയാർ, പിന്നെ നെല്ലായ അബ്ദുസ്സലാം മുസ്ലിയാർ, പിന്നെ കൂട്ടിലങ്ങാടി അലി മുസ്ലിയാർ, മുഹമ്മദ് അലി മുസ്ലിയാർ, ആലിപ്പറമ്പ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, KC അബൂബക്കർ ദാരിമി പോലത്തെ ഒരുപാട് ആളുകൾ ഇവിടെ ദർസ് നടത്തിയതായി എനിക്ക് ഓർമ്മയുണ്ട്. അവസാനമായി ദർസ് നടത്തിയത് മണ്ണാറക്കാട് പിന്നെ ഉള്ള സെയ്തലി മുസ്ലിയാരായിരുന്നു 1912. അന്ന് അപ്പോൾ കുട്ടികളെ കിട്ടാൻ വിഷമമായപ്പോൾ അത് 12 ദർസ് നിർത്തി. 2013 അപ്പോൾ നമ്മൾ കമ്മിറ്റി കൂടി ആലോചിച്ച് പിന്നെ നമ്മൾ ഒരു ജൂനിയർ കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞ് ജൂനിയർ കോളേജ് 2013 കിയ്യാറ്റൂർ മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജൂനിയർ കോളേജ് തുടങ്ങി. അത് പാലത്തിൻ്റെ അക്കരമുള്ള മദ്രസയിലായിരുന്നു തുടങ്ങിയത്. അത് അവിടെ കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് 2015 നമ്മളുടെ ഈ ബിൽഡിങ് ഇപ്പോൾ കോംപ്ലക്സിൻ്റെ അടിയിലുള്ള സ്ഥലം ശരിയാക്കി 2015 ഇപ്പോഴുള്ള പ്രിൻസിപ്പാൾ അബ്ദുൽ അസീസ് ഫൈസിയുടെ നേതൃത്വത്തിൽ തുടങ്ങുകയും ഇപ്പോൾ 150ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ 19 ജീവനക്കാർ നമ്മളുടെ പള്ളിയിലും കോളേജിലുമായി 19 ജീവനക്കാരുമുണ്ട്. അങ്ങനെ പിന്നെ നാട്ടുകാരുടെ സഹായത്താൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നു പോകുന്നുണ്ട്. ഒരു മാസത്തിൽ ഏതാണ്ട് 5 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. എന്നിരുന്നാലും എത്ര ചിലവ് വന്നാലും അതെല്ലാം നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഓരോ വർഷവും നമ്മൾക്ക് പൈസ ബാക്കിയാകലാണ് പതിവ്. ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ പള്ളി തുടങ്ങിയ മുതൽ ഇവിടെ മുത്തവല്ലി ഭരണമായിരുന്നല്ലോ. അപ്പോൾ അവസാനത്തെ മുത്തവല്ലി ഇബ്രാഹിം കുട്ടി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മുത്തവല്ലികൾക്ക് ഇത് നടത്തി കൊണ്ടുപോകാൻ വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഇനി ഒരു കമ്മിറ്റിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് 1970 കമ്മിറ്റി ഏൽപ്പിച്ചു. ആ കമ്മിറ്റി ഇബ്രാഹിം കുട്ടി പ്രസിഡൻറ്റും മഴമുണ്ണിയാക്ക സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് അന്ന് നിലവിൽ വന്നത് 1970. ആ കമ്മിറ്റി അങ്ങനെ പോന്നിട്ടാണ് ഇപ്പോഴുള്ള അങ്ങനെ കൈമാറി വന്ന് ഇപ്പോഴുള്ള കമ്മിറ്റിയിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഒരു 1982 ഞാൻ അന്ന് കമ്മിറ്റിയിൽ അംഗമായി. എന്നെ അവരെല്ലാം പാടെ വിളിച്ച് കമ്മിറ്റിയിൽ അംഗമാക്കി 1982. ഇപ്പോൾ 42 വർഷമായി ഞാൻ ഇടം മുറിയാതെ ഇതിൽ പ്രവർത്തിച്ച ഒരു എളിയ പ്രവർത്തകനാണ്. എൻ്റെ ഓർമ്മയിലിപ്പോൾ പിന്നെ ആ കമ്മിറ്റിയിൽ ഇനി ഞാൻ തന്നെ ജീവിച്ചിരിപ്പുള്ളൂ. ഇന്നത്തെ കമ്മിറ്റിയിൽ മുന്നിയാക്ക ഉള്ള ഫസ്റ്റിലെ കമ്മിറ്റിയിൽ ഇനി ജീവിച്ചിരിക്കുന്നത് നമ്മളെ മഹലിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഇവിടെ ദർസ് നടത്തിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ദർസ് നടത്തി വലിയൊരു ദർസും കാര്യമൊക്കെ നമ്മളെ മഹലിൽ നടന്നൊരു മഹലാണല്ലോ. അത് ഇപ്പോഴും തുടർന്ന് പോരുന്നുണ്ട്. അത് കോളേജായി എന്ന് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഇനി പിന്നെ അന്ന് മമ്പറം തങ്ങൾ നമ്മളെ പിന്നെ ഉദ്ഘാടന സമയത്ത് നമുക്ക് മൗലൂദ് കിതാബ് വെക്കാൻ വേണ്ടി ഒരു തലയിണയും ജന്തുക്കളുടെയും പിശാചിൻ്റെയും ശ്രദ്ധയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു കുന്തവും അന്ന് തങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, ഈ പള്ളിക്ക് നൽകിയിട്ടുണ്ട്. പള്ളി ഉദ്ഘാടനം ചെയ്ത വേളയിൽ തന്നെ 200 ചില്ലാന കൊല്ലമായി ആ സാധനം അത് രണ്ടും ഇപ്പോഴും ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. തലയിണ പലരും കണ്ടിട്ടുണ്ടാവാം, ഈ കുന്തം ഇവിടെ കൂടുതൽ ആരും കണ്ടിട്ടില്ല. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കി ഭൂരിഭാഗം ആളുകളും അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുന്തവും തലക്കിണിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കാണുവാൻ വേണ്ടി ഇവിടെ പുതിയ പള്ളിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് 1-ാം തീയതി മുതൽ എല്ലാവർക്കും കാണാൻ സൗകര്യമുണ്ടായിരിക്കും. ഇനി കൂടുതൽ പറഞ്ഞാൽ പോലെ ടൈം കുറേ നീളും. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി പറയുന്നില്ല. നമ്മളുടെ 42 വർഷമായി ഞാൻ സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അപാകതകളും കഴിവുകളൊക്കെ വന്നിട്ടുണ്ടാവാം. എല്ലാം കൊടുക്കണമെന്നും ഇതിൻ്റെ തുടക്കം മുതൽ പള്ളിയുടെ തുടക്കം മുതലുള്ള പിന്നെ മറ്റേ മുത്തവല്ലിമാരും കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ മരണപ്പെട്ട് അനവധി ആളുകൾ പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു നമുക്ക് വിസ്മരിക്കാൻ ഉള്ള ഒരാൾ നമ്മളെ മുമ്പ് കാലത്തുണ്ടായിരുന്ന മുഹദ്ദിനായ അക്കര മുഹമ്മദ് ഹാജി. അദ്ദേഹത്തിൻ്റെ 15 വയസ്സിൽ സേവനം തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത്. 65 വർഷം ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളൊരു പ്രാർത്ഥന മാത്രമാണ്. ഇപ്പോൾ പിന്നെ മരിച്ചു പോയവരും ഇനി കമ്മിറ്റിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും നമ്മുടെ നാട്ടുകാരായ എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കുള്ള ഈ അറിവ് മറ്റുള്ളവർക്ക് അറിയുന്നതിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ബഹുമാന്യനായ മമ്മൂട്ടി ഹാജി ഞാൻ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തി. 4 പതിറ്റാണ്ടിലപ്പുറം നമ്മുടെ മഹലിൻ്റെ നേതൃപരമായ പങ്കുവഹിച്ച് വളരെ കൃത്യതയോടുകൂടെ തന്നെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വരിസംഖ്യ പോലുള്ള കാര്യങ്ങൾ മറ്റു പിരിവുകളെല്ലാം നേതൃപാഠവും നടത്തി. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ദർസിനെ പിന്നെ ഈ കോളേജിൻ്റെ നടത്തിപ്പിന് വേണ്ടി അതിനൊക്കെ നേതൃത്വം നൽകി എല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടി ഹാജി നമ്മുടെ ഈ വീഡിയോയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി അനുവദിച്ചതിന് പ്രിയപ്പെട്ട മമ്മൂട്ടി ഹാജിക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മമ്മൂട്ടി ഹാജി അദ്ദേഹത്തിന് അറിയുന്ന വിവരങ്ങളൊക്കെ ഇവിടെ സമർപ്പിച്ചു. ഏതായാലും 220 വർഷങ്ങളിലധികം പഴക്കമുള്ള നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഔപചാരികമായ പുനർനിർമ്മാണ ഉദ്ഘാടനം 3-ാം തീയതി ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രിയപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളും നിർവഹിക്കുകയാണ്. പരിപാടിയിലേക്ക് എല്ലാവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് കൂടി സമയത്തോടെത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ വർക്കുകൾ പുനർനിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മമ്മൂട്ടി ഹാജി അദ്ദേഹം 42 വർഷത്തോളമായി നമ്മുടെ മഹലിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ട മമ്മൂട്ടി ഹാജി പറഞ്ഞത് വിവരമനുസരിച്ച് 42 വർഷം കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ന് നിലവിൽ കമ്മിറ്റിയിൽ 42 വർഷം പൂർത്തീകരിച്ച ആരും കമ്മിറ്റി അംഗങ്ങളായി ഇല്ല. അതോടൊപ്പം തന്നെ മുൻപും ഇത്രയും വർഷം കമ്മിറ്റി അംഗമായി ഇരുന്നവരും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വളരെ കാലം ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികം ഈ ഒരു മഹൽ പ്രസ്ഥാനത്തിന് ഈ ഒരു മഹലിന് താഴെക്കോട്
അറിയപ്പെടുന്ന താഴെക്കോട്ടെ ഈ മഹലിന് നേതൃത്വം നൽകി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത പ്രിയപ്പെട്ട മമ്മൂട്ടി അജിക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് ഇനിയും ഈ പള്ളിക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ എന്നുകൂടി സമയത്ത് ഉണർത്തുകയാണ്. അപ്പോൾ എല്ലാവരും 3-ാം തീയതി നടക്കുന്ന നമ്മുടെ ഉദ്ഘാടന സെഷനിൽ എത്തിച്ചേരണം. അതോടൊപ്പം തന്നെ 1-ാം തീയതി നമ്മുടെ ഈ പള്ളി സന്ദർശിക്കാൻ സ്ത്രീകൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ അവസരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദൊക്കെ 2-ാം തീയതി പ്രഭാഷണം നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.